നമസ്കാരം. ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ദീപകിന്റെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു. പ്രഥമ ദൃഷ്ടിയ നോക്കിക്കഴിഞ്ഞാൽ ദീപക് ആ പെൺകുട്ടിയുടെ മാരടത്തിൽ സ്പർശിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ആ വീഡിയോ വൈറലാകാൻ കാരണം. ആദ്യ നോട്ടത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോ നേരെ തിരിച്ച് ജനം ചിന്തിക്കുന്നതിന്റെ കാരണം ദീപക് ആത്മഹത്യ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്ന് പ്രഥമ ദൃഷ്ടിയെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ആ പെൺകുട്ടി വീഡിയോ ഇട്ട് വൈറലായതുകൊണ്ട് അല്ലെങ്കിൽ അയാളെ അങ്ങ് വൈറലാക്കിയത് കൊണ്ട് അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പോ ഇവിടുത്തെ നിയമങ്ങളൊക്കെ പെണ്ണിന്റെ പിന്നാലെയാണ്. പെണ്ണ് എന്ത് തോന്നിയാസം കാണിച്ചാലും എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും ആരെയൊക്കെ എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു കഴിഞ്ഞാലും പ്രതി പുരുഷൻ തന്നെയാണ്. പുരുഷന്റെ മണ്ടയിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി. അതുകൊണ്ട് തന്നെ തനിക്കിനി എന്തായിരിക്കും എന്ന് അയാൾ ചിന്തിച്ചു. അതാണ് എന്റെ വാസ്തവം. വീഡിയോ വൈറലായതല്ല അയാളുടെ ആത്മഹത്യയുടെ കാരണം എന്ന് പറയുന്നത്. ഈ കേസിൽ ഈ പറയുന്ന വൈറലാക്കിയ പെണ്ണ് അയാളുടെ പേരിൽ ഒരു പീഡന കേസ് ഫയൽ ചെയ്താലുള്ള അവസരങ്ങളും ചിന്തിച്ചു നോക്കുക. അതാണ് ചിന്തിക്കേണ്ടത്. ഈ വീഡിയോ മാത്രമാണ് എന്നുണ്ടെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യില്ല. അയാളെന്നല്ല ഒരു പുരുഷനും ആത്മഹത്യ ചെയ്യില്ല. കാരണം സോഷ്യൽ മീഡിയ ആയാലും ചാനലായാലും ഒരു പുതിയ വാർത്ത കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ വീഡിയോ കിട്ടുമ്പോൾ അതങ്ങ് മറന്നോളും. ഏറിയാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച, അത് കഴിയുമ്പോൾ ആ വീഡിയോ കഴിഞ്ഞു. പിന്നെ ഇയാളെ കുറിച്ചോ ഈ വീഡിയോയെ കുറിച്ചോ ആരും ചിന്തിക്കൂല, ആരും പറയില്ല. പക്ഷെ അതുപോലെയല്ല കേസ്. ഈ പെണ്ണ് തന്നെ പീഡിപ്പിച്ചു, ബസ്സിൽ വെച്ച് തന്റെ മാരടത്തിൽ കയറി പിടിച്ചു അല്ലെങ്കിൽ മുട്ടുകൊണ്ട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു പീഡന കേസായിട്ട് പിന്നെ അയാൾ കുറെ കാലം കയറി ഇറങ്ങി നടക്കണം. കോടതിയുടെ വരാന്തയിൽ ഇങ്ങനെ പോണം. എന്നിട്ട് നാണം കെട്ട് മാനം കെട്ട് അവസാനം ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനെന്ന് വിധിച്ച് പിന്നെ നേരെ ജയിലിലേക്ക് പോകണം. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറെ ക്രിമിനലുകളുണ്ട്. ഇത്തരക്കാരുടെ കൂട്ടത്തിൽ വരുന്നവരെ റാഗ് ചെയ്യാനും മറ്റും അവരുടെ മുന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ. കുറെ കഴിയുമ്പോൾ ഇയാളും അവരിലൊരാളായി മാറുമായിരിക്കും. പക്ഷെ എന്നാലും അയാളുടെ ജീവിതം അവിടെ കഴിഞ്ഞില്ലേ? ആ ഭാഗം എന്തേ ആരും പറയാത്തത്? അതായത് ദീപക് ഇവിടെ ആത്മഹത്യ ചെയ്യാൻ കാരണം ആ പെണ്ണ് മാത്രമല്ല, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൂടിയാണ്. ആ പെണ്ണ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ പേജുകളുടെ വാർത്തകളുടെ ചിത്രങ്ങളുടെ വൈറൽ വീഡിയോകളുടെ ആയുസ് എത്ര കാലം ഉണ്ടെന്ന് നമുക്കറിയാലോ. 2, 3, 4 ദിവസം കൊണ്ട് മില്യണുകൾ കാണുമായിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ ആ പെണ്ണ് ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. മനഃപൂർവ്വം അവൾ ആസ്വദിക്കുകയായിരുന്നോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. കാരണം നമ്മുടെ വീട്ടിലുണ്ട് പെണ്ണുങ്ങള്, നമുക്കുണ്ട് പെൺമക്കള്. അവരാരും ഇത്തരത്തിലല്ല പെരുമാറുക. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അറിയാതെ ഒരു തീക്കൊള്ളിയിലേക്ക് തൊട്ടാൽ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത എവിടെയെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ പെട്ടെന്ന് റിഫ്ലക്സ് പ്രവർത്തനം എന്നാണ് അതിന് പറയാ. പെട്ടെന്ന് കയ്യോ ശരീരമോ അവിടെ നിന്ന് അറിയാതെ തന്നെ വിട്ടുപോകുന്ന ഒരു പ്രവൃത്തി അതുണ്ടായിപ്പോകും. പക്ഷെ ഇവിടെ അത്തരത്തിലൊരു പ്രവൃത്തിയും കാണുന്നില്ല. ആ മുട്ടുന്നതൊക്കെ നോക്കി അത് കണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ വീഡിയോ എടുത്ത് തന്റെ മാരടത്തിൽ ഒരുത്തൻ മുട്ടുകൊണ്ട് കുത്തുന്നത് എനിക്ക് വൈറലാകാനുള്ള ഒരു അവസരമാണല്ലോ എന്ന രീതിയിൽ ആ കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു പെണ്ണാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഏവനെങ്കിലും മുട്ടുകൊണ്ടോ ഇനി മറ്റെന്തെങ്കിലും കൊണ്ടോ അവളെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ ആദ്യം ഒന്ന് മാറിയിട്ട് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അവന് താക്കീത് കൊടുക്കും. അതൊക്കെയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ വീഡിയോ എടുത്ത് ഒന്ന് വൈറലാകാൻ ശ്രമിക്കുന്നു. വീഡിയോ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കണ്ടന്റ് നമുക്ക് കിട്ടുന്നു. ആ കണ്ടന്റ് കൊണ്ട് നമുക്ക് മില്യണുകൾ അടിക്കുന്നു. അങ്ങനെ തനിക്ക് വൈറലാകാൻ കഴിയുന്നു. താനൊരു ഹീറോ പരിവേഷമുള്ള ഒരു സ്ത്രീയായി ഒരു പെണ്ണായി മാറുന്നു എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകുക. പക്ഷെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഇവിടെ ദീപക് മനഃപൂർവ്വം ആ പെൺകുട്ടിയുടെ മാറിടത്തേക്ക് മുട്ടുകൊണ്ട് കുത്തിയതാണോ എന്ന് എനിക്കറിയില്ല. പ്രഥമ ദൃഷ്ടിയാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ആദ്യം ഒരു സ്ത്രീയാണ് അവിടെ നിൽക്കുന്നതെന്ന് അയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞ ശേഷം വീണ്ടും കൈയെടുക്കുമ്പോൾ അവളുടെ മാറിടത്തിൽ ഉരസി തന്നെയാണ് വീണ്ടും പോകുന്നത്. സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്, ആ കാണുന്ന എല്ലാവർക്കും തോന്നുന്നത് അയാൾ മനഃപൂർവ്വം മുട്ടുകൊണ്ട് ഉരസുന്നു എന്ന് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു മറുചോദ്യമുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരാൾ മനഃപൂർവ്വം ഉരസാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ വീഡിയോ എടുത്തുകൊണ്ട് അവിടെ ഉരസാനുള്ള സൗകര്യത്തിന് നിന്നു കൊടുക്കണത്? അങ്ങനെ കൂടെ തോന്നുന്നുണ്ട്. ഇത് മറു തോന്നല്ല. അത് ഇപ്പോഴും ദീപക് മരണപ്പെട്ടതിന് ശേഷം ഒരു നോട്ടം നോക്കുമ്പോഴാണ് അങ്ങനെ മനസ്സിലാകുന്നത്. വീഡിയോ ഒന്നും ദൃശ്യമല്ല, പക്ഷെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ആ വീഡിയോ വൈറലായി പോയതാണ്. പലരും അത് ഡൗൺലോഡ് ചെയ്ത് പല വീഡിയോകളിൽ ഇടുന്നുണ്ട്. ഞാൻ എന്തായാലും അത് ഇടുന്നില്ല. ഇനി ഒന്നും കൂടി വൈറലാക്കാൻ ഉദ്ദേശമില്ല. എന്തു തന്നെ ആയിരുന്നാലും രാഹുൽ ഈശ്വരി പറയുന്നത് പോലെ ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വേണം. പുരുഷന്മാരെ എന്ത് തോന്നിയ സമയത്ത് കാണിക്കാം, അവരെ ഏതറ്റം വരെ അവഹേളിക്കാം. എത്ര തന്നെ അവഹേളനം സഹിച്ചാലും എത്ര തന്നെ ദുരന്തം സഹിച്ചാലും അവന്റെ തിരുമുഖം മാത്രം ഇങ്ങനെ വീഡിയോകളിലൂടെ തിളങ്ങി നിൽക്കും. ഏത് തെമ്മാടിത്തരം കാണിക്കുന്ന പെണ്ണിന്റെയും മുഖം ബ്ലർ ചെയ്ത് വെക്കും. നമ്മളെ സംബന്ധിച്ചും അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കാരണം സത്യം പറയുന്നതിന്റെ പേരിൽ കള്ളക്കേസുകൾ എടുത്തും അല്ലാത്ത കേസുകൾ എടുത്തും ഒക്കെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഭാഗമുണ്ട്. പിന്നെ
പൊളിറ്റിക്സ് ഇവിടെ പിണറായി വിമർശിക്കുന്നത് കൊണ്ട് അങ്ങനെയും കുറച്ച് വിഭാഗങ്ങളുണ്ട്. അതിന് കേസ് ഉള്ളതുകൊണ്ട്, ജാമ്യത്തിൽ നിൽക്കുന്നതുണ്ട്, പുതിയ കേസ് പ്രതീക്ഷിച്ച് നിൽക്കുന്നതുണ്ട്. ഇപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പെണ്ണിന്റെ മുഖം കാണിച്ചു, നാളെ ഇനി അവൾ ഇരയായിക്കൂടെയില്ല. അവളൊരു പരാതി കൊണ്ട് കൊടുത്താൽ, ആ മരിച്ചുപോയ ദീപകിന് എതിരെ ഒരു പരാതി കൊണ്ട് കൊടുത്താൽ അതും സ്വീകരിച്ചല്ലേ പറ്റൂ. കൊടുക്കുന്നത് പെണ്ണല്ലേ, ആള് പ്രതി മരിച്ചത് കൊണ്ട് അതും ഒഴിവാക്കാം. അപ്പോൾ അവൾ ഇരയായി മാറുകയാണ്. പിന്നെ ആ ഇരയുടെ മുഖം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത കേസ് വരുന്നത്. അതുകൊണ്ട് അതിനൊന്നും വയ്യ. പെണ്ണുങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം, നിങ്ങൾ തന്നെയാണ് എല്ലാം. നിങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ വരും. ഇവിടെ ദീപക് മരണപ്പെട്ടത് കൊണ്ടാണല്ല, ദീപകിനെ കൊന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ ശരിക്ക് ഇങ്ങനെ ഒരു വാർത്തകൾ മറഞ്ഞു വരുന്നത്, ചാനലുകൾ ഇതിനെ ആ രീതിയിൽ സംസാരിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ദീപകിന്റെ മുഖം വെച്ചുകൊണ്ട്, അയാളെ മുഖം വ്യക്തമാക്കിക്കൊണ്ട്, ആ പെണ്ണ് തന്റെ മുഖം വെച്ചുകൊണ്ട് തനിക്ക് ബസ്സിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു പീഡനം അനുഭവിച്ചു എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തപ്പോ ഇത്തരത്തിലുള്ള ഒരു വാർത്തയും വന്നില്ലല്ലോ. അപ്പോ ദീപകിനെ പൊങ്കാലയിടാനും ദീപകിനെ ഒരു പെണ്ണുപിടിയനാക്കാനും ഇവിടെ വലിയ ഉത്സാഹമായിരുന്നു. അന്ന് ദീപകിനെ പൊങ്കാലയിടാനും ആ പെണ്ണിന്റെ പേരിൽ ഒലിപ്പിച്ചവരുമാണ് ഇന്ന് ദീപകിന് വേണ്ടി നിലവിളിക്കുന്നത് എന്ന് കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. ശരിക്കും ഇവിടെ ആ പെണ്ണ് കുറ്റക്കാരിയാണ്. ആ പെണ്ണിനെതിരെ കൊലപാതക കുറ്റത്തിന് അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ്. പോലീസ് പറയുന്നതൊന്നും എടുക്കാൻ പറ്റൂല, അസ്വാഭാവിക മരണത്തിന് ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട്, അത് മുന്നോട്ട് പോട്ടെ എന്നാണ്. അത് കേവല രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാര്യം മുസ്ലിം ലീഗിന്റെ വേണ്ടപ്പെട്ട ആരോ ആണ് ഈ പെണ്ണ് എന്നും പറയുന്നുണ്ട്. ശരിക്കും അവളുടെ ആ വീഡിയോ വൈറലായത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അയാൾ ഒരു പെണ്ണുപിടിയനായിട്ട്, അതല്ലെങ്കിൽ ഒരു ഞരമ്പ് രോഗിയായിട്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചത് കൊണ്ട് മാത്രമാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. മറ്റെന്താ കാരണമുള്ളത്? ഒരു കാരണവുമില്ല. അപ്പോ വൈറലാകാൻ വേണ്ടി ആ പെണ്ണ് അത്തരത്തിലൊരു വീഡിയോ എടുത്ത് ഇട്ടതാണ് എന്ന് തന്നെയാണ് വസ്തുത. ഇനി ദീപക് അതിനെ മനഃപൂർവ്വം മുട്ടുകൊണ്ട് മാരടത്തിൽ തോണ്ടിയതാണ് എന്ന് തന്നെ കരുതുക. അങ്ങനെ തന്നെ കരുതുക. സാധാരണഗതിയിൽ ഒരു പെണ്ണ് എന്താണ് ചെയ്യുക? പറഞ്ഞു വിലക്കും, അതല്ലെങ്കിൽ ആ ബസ്സിലെ ജീവനക്കാരോട് പറയും, അതല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ എടുത്തിട്ട് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇന്ന ആൾ തന്നെ ഇത്തരത്തിലൊന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുക്കും. അതാണ് ചെയ്യല്. അവിടെ വീഡിയോ ഇട്ട് വൈറലാകല്ല നോക്കേണ്ടത്. വീഡിയോ ഇട്ട് വൈറലാകുമ്പോൾ അയാൾ വൈറലാകുന്നതോടൊപ്പം താനും വൈറലാകുമെന്ന് ചിന്തിക്കണം. നേരെ എതിരെ അഭിപ്രായം കൂടെ ഉണ്ടാവും. കാരണം അവിടെ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എടുത്തിട്ട് അങ്ങോട്ട് അലക്കും. ആ അലക്കലാണ് ഇപ്പോൾ അലക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദീപക്കിനെതിരെ ജനം ഏതൊക്കെ രീതിയിൽ പ്രതികരിച്ചോ അതിന്റെ ഡബിളിന്റെ ഡബിൾ അവൾക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇനി അവൾ ആത്മഹത്യ ചെയ്തു കളയൂ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ബന്ധുക്കളെ, ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ, പറ്റിയത് പറ്റി, ഒരുത്തന്റെ ജീവിതം തൊലഞ്ഞു, അവൻ പോയി, അവൻ ഇനി ഇല്ല. ആകെപ്പാടെ ഒരു മകനെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവന്റെ ജീവിതം എന്തായാലും തൊലച്ചു. ഇനി നിങ്ങളുടെ മകളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവൾക്ക് അതിലേറെ സൈബർ അറ്റാക്ക് വരുന്നുണ്ട്. എന്ത് അറ്റാക്കാണ് അവന് കിട്ടിയതെന്ന് അവൾ ശരിക്കും അറിയുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ പൂട്ടിക്കെട്ടി പോയി എന്നാണ് കേട്ടത്. വീഡിയോ ഒക്കെ നിർത്തിപ്പോയി എന്നൊക്കെയാണ് കേട്ടത്. ഏതായാലും അതുകൊണ്ടൊന്നും നഷ്ടപ്പെട്ട ജീവനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇവിടെ ശരിക്ക് താൻ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ പ്രതികരിക്കാൻ എല്ലാ പെണ്ണുങ്ങളും തയ്യാറായി കഴിഞ്ഞാൽ അവിടെ തീരും വിഷയം. അവിടെ തീരേണ്ടതാണ്. എന്നാൽ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കിക്കൊണ്ട് വൈറലാകാൻ നോക്കുമ്പോൾ ഈ മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷൻ, അയാളത് മനസ്സവാച കർമ്മണ അറിയാത്ത ഒരാളാണെങ്കിൽ അവനും ഒരു ജീവിതം ഉണ്ടാകും, അവനും ഒരു കുടുംബം ഉണ്ടാകും, അവനും സാമൂഹികമായ ഒരു ജീവിതം ഉണ്ടാകും എന്നുകൂടി ഒന്ന് ഓർക്കണം. നമ്മൾ വൈറലാകുമ്പോൾ അത് വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇപ്പൊ അതാണ് ആയത്. ഇപ്പോ ചാനലുകളും സോഷ്യൽ മീഡിയയും എല്ലാം എടുത്തിട്ട് അലക്കുന്നുണ്ടല്ലോ. അനുഭവിക്കുക. ഇത് ചോദിച്ചു വാങ്ങിയതാണ്. Different angles. Don't forget to subscribe and support this channel.